auxiliary verbs or helping verbs used in simple present tense. Helping verb auxiliary verb ഒന്നാണ്. അപ്പോൾ helping verbsനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും ഒന്നുകൂടി പറയാം. helping verbs എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻസസ് മനസ്സിലാകാൻ വേണ്ടി ഏത് ടെൻസാണ് ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു സെൻറ്റൻസ് ഏത് ടെൻസിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർബാണ് ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു മെയിൻ വേർബിനെ സബ്ജക്റ്റിനോട് ചേർക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഒരു സഹായ ക്രിയയാണ് ഹെൽപ്പിംഗ് വേർബ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നാം ഇതുവരെ പറഞ്ഞത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് വേർബാണ് ഉള്ളതെന്നാണ്. ദേ ഗോ, ഹീ പ്ലേസ്, ഷീ കുക്സ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ഓക്സിലറി, ഒരു ഹെൽപ്പിംഗ് വേർബ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഡു ഓർ ഡസ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബ്സ്. നമുക്ക് ദേ ഗോ ടു സ്കൂൾ എന്നുള്ളത് ദേ ഡു ഗോ ടു സ്കൂൾ എന്ന് പറയാം. സെയിം ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ 100% ഗ്രാമറിൽ പറയുകയാണെങ്കിൽ ദേ ഡു ഗോ ടു സ്കൂൾ എന്നാണ് എന്ന് പറയാം. കാരണം ബാക്കി വരുന്ന 11 ടെൻസസിലും ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ നാം ഉപയോഗിക്കാത്തതുള്ളൂ. സാധാരണ ഇംഗ്ലീഷിൽ നാം സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കില്ല. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ അഫർമേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കാറില്ല. ദേ ഡു ഗോ ടു സ്കൂൾ എന്നാണെങ്കിലും ദേ ഗോ ടു സ്കൂളിനെ നമ്മൾ പറയാറുള്ളൂ. അതുപോലെ ഹീ ഡസ് പ്ലേ ഫുട്ബോൾ എന്നുള്ള ഹീ പ്ലേസ് ഫുട്ബോൾ എന്നേ പറയാറുള്ളൂ. ഷീ കുക്സ് എവറി ഡേ, ഷീ ഡസ് കുക്ക് എവറി ഡേ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നാം നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബാണ് വരിക, അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വേർബാണ് വരിക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഒരു സെൻറ്റൻസിൽ ഒരു വേർബിനെ അങ്ങനെ ആക്കിയാൽ മതി. അതായത് ഓക്സിലറി വേർബോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബോ ഉണ്ടെങ്കിൽ നാം സബ്ജക്റ്റിൻ്റെ കൂടെ അഗ്രി ആക്കേണ്ടത് വേർബ് ഓക്സിലറി വേർബാണ്. നാം മാറ്റം വരുത്തേണ്ടത് ഹെൽപ്പിംഗ് വേർബിനാണ്. ഓക്കെ, അതായത് ഒരു സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വേർബ് ഉണ്ടെങ്കിൽ നാം മാറ്റം വരുത്തേണ്ടത്, അതായത് സബ്ജക്റ്റിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് ഹെൽപ്പിംഗ് വേർബിനാണ്. അവിടെ അന്നേരം നമ്മുടെ യഥാർത്ഥ വേർബ് ഉണ്ടല്ലോ, മെയിൻ വേർബ് ഉണ്ടല്ലോ, അതിന് യാതൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. അതായത് ഒരു വേർബിന് നമ്മൾ മാറ്റം വരുത്തിയാൽ മതി. എക്സാമ്പിൾ നോക്കാം. ഹീ പ്ലേസ് ഫുട്ബോൾ. ഹീ പ്ലേസ് ഫുട്ബോൾ. അവിടെ ഓക്സിലറി വേർബ് ഇല്ല, ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നാം എന്താക്കിയത്, മെയിൻ വേർബിന് മാറ്റം വരുത്തിയത്, എസ് കൊടുത്തത്. ഇനി നമ്മൾ ഓക്സിലറി വേർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നാം ഡു ആണോ ഡസ് ആണോ ഉപയോഗിക്കുക? ഏതാണ് എസ് കൊണ്ട് എൻഡ് ചെയ്യുന്നത്? എസ് കൊണ്ട് എൻഡ് ചെയ്യുന്നതല്ലേ സിംഗുലർ സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്ത് അവസാനം എസ് ഉള്ളതാണ് സിംഗുലർ സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ? സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡൂലാണോ ഡസ്സിലാണോ എസ് ഉള്ളത്? ഡസ്സിലല്ലേ. അപ്പോൾ ഹീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റാണ്, അതിൻ്റെ കൂടെ ഡസ് എന്ന സിംഗുലർ വേർബാണ്, ഓക്സിലറി വേർബാണ് ഉപയോഗിച്ചത്. ഓക്കെ, അവിടെ ഹെൽപ്പിംഗ് വേർബിൽ മാറ്റം വരുത്തിയത് കൊണ്ട് തന്നെ മെയിൻ വേർബായ പ്ലേ എന്ന വേർബിൽ യാതൊരു മാറ്റവും വരുത്തണ്ട, അതിൻ്റെ യഥാർത്ഥ ഫോമിൽ എഴുതിയാൽ മതി. ഹീ ഡസ് പ്ലേ ഫുട്ബോൾ. അതുപോലെ ഷീ കുക്സ് എവറി ഡേ. ഇവിടെ ഓക്സിലറി ഇല്ല, അതുകൊണ്ട് മെയിൻ വേർബിലാണ് മാറ്റം വരുത്തിയത്. ഇനി അവിടെ ഓക്സിലറി വെക്കുകയാണെങ്കിൽ ഡസ് എന്ന ഓക്സിലറിയാണ് വെക്കുക. കാരണം സിംഗുലർ, ഷീ സിംഗുലറാണ്, ഡസ് സിംഗുലർ വേർബാണ്. ഷീ ഡസ് കുക്ക് എവറി ഡേ. ദേ ഗോ ടു സ്കൂൾ. ദേ പ്ലൂരലാണ്, ഗോ അപ്പം പ്ലൂരലാണ്. ദേ ഡു ഗോ ടു സ്കൂൾ. ഡു എന്നുള്ളത് പ്ലൂരൽ ഓക്സിലറി വേർബാണ്, അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ് എഴുതാം, യാതൊരു മാറ്റവും വരുത്താനില്ല. ദേ ഡു ഗോ ടു സ്കൂൾ. ഇനി വരുന്ന 11 ടെൻസസിലും നാം ഓക്സിലറി വെർബിനെ കുറിച്ച് പറയാം. അപ്പോൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്, ഒരു ട്രിക്ക് ഇതാണ്. ഏതൊരു വാക്കും എസ് കൊണ്ട്, വെർബിൻ്റെ അവസാനം എസ് ആണെങ്കിൽ, വെർബിൻ്റെ അവസാനം എസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിംഗുലർ തേർഡ് പേഴ്സൺ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് വരിക. ഓക്കെ, എക്സാമ്പിൾ ഡസ്. അതുപോലെ നാം ഇനി ഹാവ്, ഹാസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഹാവ് വരുന്ന സ്ഥലങ്ങളുണ്ട്, ഹാസ് വരുന്ന സ്ഥലങ്ങളുണ്ട്. ഹാസിൻ്റെ അവസാനം ഏതാ? എസ് അല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ മതി, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് വരിക. അതുപോലെ ഈസ്, ആറ് പഠിക്കാണ്ടല്ലേ. ഈസ് ഏതുകൊണ്ടാണ് എൻ്റെ ചെയ്യുന്നത്? എസ് കൊണ്ടാണ്. അത് ഇതിൻ്റെ കൂടെ വരിക, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അതാണ് അത് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രിക്ക്. അത് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഡു നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഓക്കെ, നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ദേ ഡു ഗോ ടു സ്കൂൾ അല്ലെങ്കിൽ ഹീ ഡു ഗോ ടു സ്കൂൾ ഒന്നും പറയാറില്ല. ദേ ഗോ ടു സ്കൂൾ എന്നാണ് നോർമലായിട്ട് പറയാറ്. ഇനി ഡു ഉപയോഗിക്കും എപ്പോൾ എന്നറിയോ? നാം ആ സെൻറ്റൻസിൽ എംഫസിസ് നൽകാൻ വേണ്ടിയിട്ട്, ഒരു ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട്. ഹീ ഡസ് പ്ലേ ഫുട്ബോൾ അല്ലെങ്കിൽ ദേ ഡു ഗോ ടു സ്കൂൾ. അവർ സ്കൂളിൽ പോകാറുണ്ട്. അവർ ഊന്നി പറയല്ലേ, നമ്മളൊരു സെൻറ്റൻസ് ഒരു കാര്യം ഊന്നി പറയല്ലേ, അന്നേരമാണ് ഡു ഉപയോഗിക്കുക. സാധാരണഗതിയിൽ ദേ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. ഒരു ഊന്നൽ നൽകി പറയുകയാണെങ്കിൽ ദേ ഡു ഗോ ടു സ്കൂൾ. ഓക്കെ.